അടുത്ത വർഷം പാകിസ്ഥാൻ വേദിയാകുന്ന ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇന്നലെ ക്രിക്കറ്റ് ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത്. PCB തയ്യാറാക്കിയ മത്സരക്രമം അനുസരിച്ച് മാർച്ച് 1 ലാഹോറിലാണ് അയൽക്കാർ തമ്മിലുള്ള പോരാട്ടം. ബംഗ്ലാദേശും ന്യൂസിലാൻഡും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും. ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകളാണ് കളിക്കുന്നത്. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെയാണ് വരാനായിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. T20 ലോകകപ്പിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുന്ന ആദ്യ മത്സരം കൂടി എന്നുള്ളൊരു പ്രത്യേകതയായിരിക്കും ഈ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുണ്ടാവുക. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സീനിയർ താരം വിരാട് കോഹ്ലിയും കളിക്കുന്ന അവസാന ഏകദിന ടൂർണമെന്റ് കൂടിയായിരിക്കും എന്നുള്ള വാർത്തകളും ഇതിനോടകം തന്നെ സജീവമാണ്. T20 ലോകകപ്പിന് ശേഷം ഇരുവരും ഈ ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വരുന്ന ഏകദിന ലോകകപ്പ് വരെ ഇരുവരും ഏകദിനത്തിൽ തുടരാനും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയോടുകൂടി മറ്റൊരു വിരമിക്കൽ പ്രഖ്യാപനം കൂടി ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 15 മത്സരങ്ങളാണ് ടൂർണമെന്റിൽ ഉണ്ടായിരിക്കുക. 7 മത്സരങ്ങൾ ലാഹോറിലും 5 റാവൽപിണ്ടിയിലും 3 മത്സരങ്ങൾ കറാച്ചിയിലും നടക്കുമ്പോൾ ഫൈനലും ലാഹോറിൽ തന്നെയായിരിക്കും നടക്കുക. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് ടീമിനെ അയക്കുമോ എന്നുള്ള കാര്യം BCCI ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ നടന്ന ഏഷ്യ കപ്പ് മത്സരങ്ങളിൽ നിന്നും ടീം ഇന്ത്യ വിട്ടുനിന്നിരുന്നു. പിന്നാലെ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ശ്രീലങ്കയിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. 2008 ഏഷ്യ കപ്പിന് ശേഷം ടീം ഇന്ത്യ ഇതുവരെയും പാകിസ്ഥാനിലേക്ക് മത്സരത്തിനായി പോയിട്ടില്ല.